ഇപ്പോൾ ഇന്നലെ മുതൽ ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുകയാണ്. പുറത്തിറങ്ങിയാൽ കൊല്ലും തുടങ്ങിയ കാര്യങ്ങൾ പറയാണ്. അധ്യാപകനാണെങ്കിലോ ഈ ഒരു വിദ്യാർത്ഥിയുടെ ഫോൺ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിനോടുള്ള ടെൻഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ചെറുതായിട്ട് ഇടാണ്, കണ്ടു നോക്കിയാൽ. ഞാൻ അങ്ങനെ സ്വഭാവം തേങ്ങ മാങ്ങച്ച കാറ്റ് ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് ഭയങ്കര കാലാവസ്ഥ വീഡിയോ ഒക്കെ എടുത്തിക്കണേ. സാറിന് പിന്നെ എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞു കൊന്നിടും. ഇന്നെ ഫോൺ കണ്ടോ? എന്റെ ഫോൺ കണ്ടോ? ഇതില് സംഭവിച്ചത് എന്താന്ന് വെച്ചാലേ, ഈ ഒരു പയ്യന്റെ ഫോണ് ആ സ്കൂളുകാർ പിടിച്ചു വെച്ചു. എന്ത് കാരണം കൊണ്ടാണ് പിടിച്ചതെന്ന് എനിക്കറിയില്ല. സാധാരണ ഇതിൽ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ ഫോണൊക്കെ ഉണ്ടാവും പല സ്കൂളിലും. അല്ലാന്നിടയിൽ ഫോൺ കൊണ്ടുവരണ്ട എന്ന് ഒരു നിയമം ഇറക്കും. ഇതിപ്പോ ഫോൺ പിടിച്ചു വെച്ചു എന്തോ കാരണം കൊണ്ട്. അങ്ങനെ ഈ ഒരു പയ്യനാണെങ്കിലോ അതിൽ ഭയങ്കര നിരാശ പൂണ്ട് ക്രോധത്തിലാണുള്ളത്. അങ്ങനെ ആ മാഷിനോട് കയർക്കുകയാണ്. അങ്ങനെ കയർക്കുന്ന സമയത്ത് തുടക്കത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, തുടക്കത്തിൽ ആ മാഷ് ചോദിക്കുകയാണ്, പുറത്തിറങ്ങിയാൽ നീ എന്താടാ ചെയ്യാന്ന്. കണ്ടല്ലേ, ഇതാണ് അധ്യാപകൻ. ഒരു അധ്യാപകൻ ചോദിക്കേണ്ട ചോദ്യമാണത്. അപ്പൊ അവിടുന്ന് മാഷെന്ന് വിളിക്കുന്നുണ്ട്, വീട് എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ മിണ്ടാതായി. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ എന്താണ് പറയാ ആ അധ്യാപകൻ പറയാന്നുള്ളത് നമുക്കറിയില്ല. ആ അധ്യാപകന്റെ ആ സ്വഭാവം കാരണമായിരിക്കും കുട്ടികൾക്കും ആ സ്വഭാവം കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ ഒരു പയ്യന്റെ ഭാവിയാണ് പ്രധാനമെങ്കിൽ ഇങ്ങനെ ഒന്നും അല്ല ഈ ഒരു വിഷയത്തിനെ ടാക്കിൾ ചെയ്യേണ്ടത്. ടാക്കിൾ ചെയ്യാനുള്ള പ്രൊഫഷണൽസിനെ ഏൽപ്പിക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഫോൺ പിടിച്ചു വെച്ചത്? ചിലപ്പം കൂടുതൽ ഗെയിം കളിച്ചിട്ടായിരിക്കാം, വേറെ വല്ലതും കണ്ടിട്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ഇതൊരു അഡിക്ഷനാണ്. ഈ ഫോണിനോടുള്ള അഡിക്ഷൻ ഇത് ആദ്യമായിട്ടൊന്നല്ല, ഇത് ലോകവ്യാപകമായിട്ടുള്ള സംഗതിയാണ്. ഈ ഫോൺ കൊണ്ടുള്ള അഡിക്ഷനാണ് മയക്കുമരുന്നിനോടുള്ള അഡിക്ഷനേക്കാൾ ഭീകരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനാണ് ചികിത്സ വേണ്ടത്. ആ ചികിത്സ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ശരിയാവും. അതിന് ചികിത്സിക്കുന്നതിന് പകരം ആ ഒരു പയ്യനോട് നീ എന്താടാ ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ കൂടുതൽ ഈ അഗ്രസീവ്നെസ് കൂടും, ഈ ഒരു ശത്രുത കൂടും, പിന്നെ ചിന്താശേഷി നഷ്ടപ്പെടും, പിന്നെ പലതിലേക്കും പോവും. അങ്ങനെ ആകെ സമൂഹത്തിൽ പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ഇതുപോലത്തെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കും. ഇതൊക്കെ മുതിർന്നവർ കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്യേണ്ട, വളരെ പ്രൊഫഷണലായിട്ട് കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണ് ഇതൊക്കെ. അപ്പോൾ ഈ അധ്യാപകന്റെ ഈ പെരുമാറ്റമാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമമായിട്ട് തോന്നിയത്, ഏറ്റവും വലിയ വൃത്തികെട്ട രീതിയിലുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനത്തെ ഒരു ടെൻഷൻ ഇത് ആദ്യമായിട്ടൊന്നല്ല ലോകവ്യാപകമായിട്ട് കാണുന്നത്. എല്ലാ കുട്ടികൾക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കുട്ടികൾ ഈ പറഞ്ഞ പോലെ തന്നെ അഡിക്റ്റഡ് ആണല്ലോ ഈ ഫോണിന്. എന്ന് മാത്രമല്ല, ഈ ഫോണിൽ എന്ത് കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. ചില കുട്ടികൾ ഗെയിമിന് അടിമകളായിരിക്കും. ചില കുട്ടികൾ പല വികൃതമായ വീഡിയോകൾ കാണുന്നതിൽ അഡിക്റ്റഡ് ആയിരിക്കും. അതായത് പലതും കൊണ്ടിട്ടാ, പല രീതിയിലുള്ള വീടുകളിൽ ചിലർ പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ചില കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഈ പല രാജ്യത്തിന് ഓരോന്ന് കഴിക്കുന്ന, ഓരോന്ന് തിന്നുന്ന, ഒരുമാതിരി വൃത്തികെട്ട രൂപത്തിൽ തിന്നുന്ന വലിയ വലിയ ഉണ്ടകളും അതൊക്കെ തിന്നുന്നത് കണ്ണൊക്കെ തള്ളുന്ന രീതിയിലുള്ള എന്തൊക്കെ തിന്ന് കാണിക്കുന്ന വീടുകളുണ്ട്. അതിനായിട്ട് കുറെ വീടുണ്ട്. അത് കാണുന്നതായിരിക്കും ചിലർക്ക് ഇഷ്ടം. ചിലർക്ക് ഈ പച്ചക്കറിയൊക്കെ തല്ലിപ്പൊളിക്കുന്നത് കാണുന്നതായിരിക്കും ഭയങ്കര ഇഷ്ടം. അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. ചിലർക്ക് കാർട്ടൂൺ കാണുന്നതായിരിക്കും ഇഷ്ടം. അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോന്നോരോ പലതും. ഇപ്പൊ പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലൊക്കെ പലതും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ചിലർക്ക് മൃഗങ്ങളുടെ കളികൾ കാണുന്നതായിരിക്കും ഇഷ്ടം. അതിലിങ്ങനെ അഡിക്റ്റഡ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലാണ്. അല്ലാതെ ഫോണിന് അടിമ എന്നുള്ള ഒരു രീതിയിലല്ല കണ്ടത്. അതിൽ എന്ത് കണ്ടിട്ടാണ് അടിമപ്പെട്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതിനുശേഷം അതിനാണ് ചികിത്സ കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ശരിയാവും. പിന്നെ ചില കുട്ടികളുണ്ട്, അവർ ഈ അശ്ലീല ചിത്രങ്ങളിൽ അടിമപ്പെട്ടുണ്ടാവും. പക്ഷെ അത് കുറെ നിയന്ത്രണത്തിന്റെ രൂപത്തിലാണ് അവർ കാണുക. കാരണം അത് ഇങ്ങനെ എല്ലാ പബ്ലിക്കായിട്ട് കാണാൻ പറ്റില്ലല്ലോ. പക്ഷെ കാർട്ടൂണൊക്കെ എവിടെ വെച്ചും കാണാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് വീടുകളുണ്ട് ഓരോ രീതിയിലുള്ള. പിന്നെ അത് മാത്രമല്ല, യൂട്യൂബ് മാത്രമല്ല, ഈ ഇന്റർനെറ്റിൽ കയറിയ ഒരുപാട് വേറെ സംഗതികളുണ്ട്. യാതൊരു സെൻസറിങ്ങും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ എക്സിലൊന്നും സെൻസറിങ് ഇല്ലല്ലോ. അതുപോലെ തന്നെ വേറെ ഒരുപാട് സാമൂഹിക മാധ്യമങ്ങളുണ്ട്, അതിലൊന്നും സെൻസറിങ് ഇല്ല. അതിലൊക്കെ വരുന്നത് പല ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കൊല്ലുന്നതും തല്ലുന്നതും അടിപിടി കൂടുന്നതും അങ്ങനത്തെ സംഗതികളൊക്കെ ഒരുപാട് വരുന്നത്. അതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ വേറെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിന് പ്രത്യേക രീതിയിലുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ശരിയാവും. അതിന് പകരം നീ എന്താടാ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുട്ടി നേരെ ഇതിനെ ബന്ധിപ്പിക്കുക, ഈ കണ്ടിരുന്ന വീടുകളുമായിട്ടാണ് ബന്ധിപ്പിക്കുക. ഇയാൾ എൻ്റെ ശത്രുവാണ്,
ഏതോ ഒരു പഴയ കാലത്ത് സിനിമയിലുണ്ടല്ലോ, ഒരു നടി ഇങ്ങനെ ഈ രൂപം മാറുന്നത് എന്തെങ്കിലും ഒരു സിനിമ ഉണ്ടല്ലോ, ഈ മോഹൻലാലൊക്കെ അഭിനയിച്ച അതുപോലെ എന്താണ് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ, അതുപോലൊക്കെ ആയി മാറും. അപ്പൊ അതിലേക്കൊന്നും കുട്ടികളെ നയിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. ആ ഡേഞ്ചർ എന്ന് പറയുന്നത് ഏതുവരെ എത്തും എന്നുള്ളത് ചില വാർത്തകളിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഒരു വാർത്ത നമുക്ക് കാണാം. കണ്ണൂർ മാലൂരിൽ അമ്മയും മകനും വീട്ടിൽ മരിച്ച നിലയിൽ നെട്ടാറമ്പിലെ നിർമ്മലയും മകൻ സുമേഷുമാണ് മരിച്ചത്. അമ്മയെ കൊലപ്പെടുത്തി മകൻ ആത്മഹത്യ ചെയ്തെന്നാണ് സംശയം. ഇന്ന് രാവിലെയോടെയാണ് ഇത്തരത്തിൽ അമ്മയും മകനെയും മരിച്ച നിലയിൽ ഈ വീട്ടിൽ കണ്ടെത്തുന്നത്. 19 രാത്രി മുതൽ ഈ വീട്ടിൽ പുറത്ത് ലൈറ്റ് കാണുന്നില്ലായിരുന്നു. മകൻ തൂങ്ങി മരിച്ച നിലയിലും അതുപോലെ തന്നെ അതേ മുറിയിൽ അമ്മ മരിച്ച നിലയിൽ കിടക്കുന്നതുമായാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനത്തെ കുട്ടികളെ നമ്മൾ ശരിക്ക് നേരെ ആക്കി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, വളരെ വികൃതമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടുകാർക്ക് വരെ ഡേഞ്ചറാണ്. ഈ രൂപത്തിൽ ചിലപ്പം സ്വന്തം രക്ഷിതാക്കളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ഓടിപ്പോവുകയോ ഒളിയിൽ പോവുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെ ജീവിതവും നശിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഇത് അറിയുന്ന ആൾക്കാർ, പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരനെയാണ് ഇതുപോലത്തെ കുട്ടികളെ ഏൽപ്പിക്കേണ്ടത്. കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് ഉപദേശിച്ച് ചികിത്സ വേണമെങ്കിൽ ചികിത്സ കൊടുത്ത് എന്നിട്ട് ഇവരെ നേരാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അമ്മയും കൊന്ന് അങ്ങനെ തൂങ്ങി ചത്തു എന്നൊക്കെ പറഞ്ഞ ഓരോ വാർത്തകൾ വരും ചെയ്യും. മൊത്തം സമൂഹത്തിന് കേടാണ്. അപ്പം അത് വേണ്ട രീതിയിലാണ് ഇവർ കൈകാര്യം ചെയ്യേണ്ടത്. ആ മാഷ് പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, അയാളെ ശരിക്ക് സസ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തിട്ട് അവിടെ അറിവുള്ളൊരു അധ്യാപകനെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഈ ഫോൺ പെട്ടെന്ന് തട്ടിയെടുക്കരുത് കുട്ടികളുടെ അടുത്ത് നിന്ന്. അത് ഭയങ്കര ഒരു വാക്യൂം സൃഷ്ടിക്കും. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നില്ലേ, അതുപോലെ ആയിരിക്കും ഈ കുട്ടികൾക്ക് ഫോൺ എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറക്ക്. ഇപ്പൊ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഫോൺ പറയുന്ന സാധനമൊന്നുമില്ല, ഒന്നുമില്ല, ഇന്റർനെറ്റും ഇല്ല, കമ്പ്യൂട്ടറില്ല, ഒന്നുമില്ല. അപ്പൊ ആ കാലത്ത് പ്രശ്നമില്ല. പക്ഷെ ഇന്ന് ഫോൺ എന്ന് പറയുന്നത് ഒരു ഹൃദയമിടിപ്പ് പോലെയാണ്, ശരീരത്തിന്റെ ഒരു ഭാഗം പോലെയാണ് ഈ കുട്ടികൾക്ക്. അത് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ അത് പല രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും കാരണമാവും. അങ്ങനെ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവുമ്പോഴാണ് ഇങ്ങനത്തെ ഡയലോഗൊക്കെ വരിക. പുറത്തിറങ്ങിയാൽ കാണിച്ചു തരാടാന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം മുതിർന്നവർ പെരുമാറാൻ. ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോയിൽ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.